وَإِذْ أَخَذْنَا مِيثَاقَكُمْ لَا تَسْفِكُونَ دِمَاءَكُمْ وَلَا تُخْرِجُونَ أَنفُسَكُم مِّن دِيَارِكُمْ ثُمَّ أَقْرَرْتُمْ وَأَنتُمْ تَشْهَدُونَ ثُمَّ أَنتُمْ هَؤُلَاءِ تَقْتُلُونَ أَنفُسَكُمْ وَتُخْرِجُونَ فَرِيقًا مِّنكُم مِّن دِيَارِهِمْ تَظَاهَرُونَ عَلَيْهِم بِالْإِثْمِ وَالْعُدْوَانِ وَإِن يَأْتُوكُمْ أُسَارَىٰ تُفَادُوهُمْ وهو محرم عليكم إخراجهم أفتؤمنون ببعض الكتاب وتكفرون ببعض. ആയത്ത് 84. وَإِذْ أَخَذْنَا مِيثَاقَكُمْ لَا تَسْفِكُونَ دِمَاءَكُمْ. നാം നിങ്ങളിൽ നിന്നും ഇപ്രകാരം കരാർ വാങ്ങിയ സന്ദർഭവും ഓർക്കുക. ലാ തസ്ഫികൂന ദിമാഅക്കും, നിങ്ങളുടെ സഹോദരങ്ങളുടെ രക്തം നിങ്ങൾ ചിന്തരുത്. വലാ തുഖ്രിജൂന അൻഫുസകും മിൻ ദിയാരിക്കും, നിങ്ങളുടെ സഹോദരങ്ങളെ നിങ്ങളുടെ വീടുകളിൽ നിന്നും പുറത്താക്കരുത്. ثُمَّ أَقْرَرْتُمْ وَأَنْتُمْ تَشْهَدُونَ, ശേഷം നിങ്ങൾ ഇത് സമ്മതിച്ചു പറഞ്ഞു, നിങ്ങൾ ഇക്കാര്യത്തിന് സാക്ഷികളാണ്. ثُمَّ أَنْتُمْ هَؤُلَاءِ تَقْتُلُونَ أَنفُسَكُمْ, പിന്നീട് നിങ്ങൾ തന്നെ നിങ്ങളുടെ സഹോദരങ്ങളെ വധിക്കുന്നു. وَتُخْرِجُونَ فَرِيقًا مِّنكُم مِّن دِيَارِهِمْ, നിങ്ങളിൽ ഒരു കൂട്ടരെ അവരുടെ പ്രദേശങ്ങളിൽ നിന്നും നിങ്ങൾ പുറത്താക്കുകയും ചെയ്യുന്നു. തളാഹറൂന അലൈഹിം ബിൽ ഇസ്മി വൽ ഉദ്വാൻ, പാപത്തിന്റെയും ശത്രുതയുടെയും വിഷയത്തിൽ നിങ്ങൾ പരസ്പരം സഹകരിക്കുന്നു. വഇൻ യഅതൂകും ഉസാറാ തുഫാദൂഹും, ഇനി അവർ നിങ്ങളുടെ അരികിൽ തടവുകാരായി വന്നാൽ നിങ്ങൾ അവരെ മോചിപ്പിക്കുന്നു. വഹുവ മുഹറമുൻ അലൈക്കും ഇഖ്റാജുഹും, എന്നാൽ അവരെ വീടുകളിൽ നിന്നും പുറത്താക്കൽ നിങ്ങളുടെ മേൽ നിഷിദ്ധമാണ് താനും. അഫതുഅ്മിനൂന ബിബഅദിൽ കിതാബി വതക്ഫുറൂന ബിബഅദ്, വേദഗ്രന്ഥത്തിലെ ചില കാര്യങ്ങൾ നിങ്ങൾ അംഗീകരിക്കുകയും ചിലതിനെ നിങ്ങൾ നിഷേധിക്കുകയും ചെയ്യുകയാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ യഹൂദികളുടെ വളരെ മോശമായ ഒരു സ്വഭാവം വിവരിച്ചിരിക്കുകയാണ്. ഒരു ഭാഗത്ത് അല്ലാഹു അവരോട് പരസ്പരം സ്നേഹത്തിലും സാഹോദര്യത്തിലും കഴിയണമെന്ന് പറഞ്ഞു. മറുഭാഗത്തവർ അതിനെ തീർത്തും ലംഘിക്കുകയും ചെയ്തു. ഇത് അവതരിപ്പിച്ചിരിക്കുന്ന ശൈലി
എത്രമാത്രം കടുപ്പമാണെന്ന് ഈ ആയത്തിൽ ചിന്തിക്കുന്നവർക്ക് വ്യക്തമാകും. ആധുനിക മുസ്ലിം ലോകത്തിന്റെ കൂടി നാം ഓരോരുത്തരുടെയും അവസ്ഥ കൂടി മുന്നിൽ വെച്ചുകൊണ്ട് ഈ വചനങ്ങൾ പാരായണം ചെയ്യേണ്ടതാണ്. വഇദ് അഖദ്നാ മീസാഖകും, നിങ്ങളോട് ഗൗരവത്തിൽ ഉണർത്തി നിങ്ങളുടെ കരാറിനെ വാങ്ങി. ലാ തസ്ഫികൂന ദിമാഅകും, നിങ്ങളുടെ സഹോദരങ്ങളുടെ രക്തം നിങ്ങൾ ഒഴുക്കുകയില്ല എന്ന്. പക്ഷെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ദിമാഅകും, നിങ്ങളുടെ രക്തം ഒഴുക്കുകയില്ല എന്ന്. അതെ, സ്വന്തം സഹോദരന്റെ രക്തം ഒഴുക്കുന്നത് സ്വന്തം രക്തം ഒഴുക്കൽ തന്നെയാണ്. കാരണം സഹോദരൻ തന്റെ ഭാഗമാണ്. സഹോദരനില്ലെങ്കിൽ താനില്ല. വലാ തുഖ്രിജൂന അൻഫുസകും മിൻ ദിയാരികും, നിങ്ങളുടെ സഹോദരങ്ങളെ വീടുകളിൽ നിന്നും പുറത്താക്കുകയില്ല എന്ന്. അതിനും ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് നിങ്ങൾ നിങ്ങളെ തന്നെ നിങ്ങളുടെ വീടുകളിൽ നിന്നും പുറത്താക്കുകയില്ല എന്ന്. അൻഫുസകും മിൻ ദിയാരികും, അതെ, നിങ്ങളുടെ സഹോദരൻ നിങ്ങളുടെ ഭാഗമാണ്. നിങ്ങളുടെ വീടും പറമ്പും സഹോദരനും കൂടിയുള്ളതാണ്. സഹോദരൻ ബുദ്ധിമുട്ടി കഴിയുമ്പോൾ നിങ്ങൾ വീടുകളിൽ കഴിയുന്നത് ഒട്ടും മനുഷ്യത്വമല്ല. ثم أقررتم, നിങ്ങളിൽ നിന്നും കരാറ് വാങ്ങിക്കുക മാത്രമല്ല ചെയ്തത്, നിങ്ങളതിനെ സമ്മതിച്ച് പറയുകയും ചെയ്തു, ഞാൻ പാലിച്ചുകൊള്ളാം, മാനിച്ചുകൊള്ളാമെന്ന്. വഅൻതും തഷ്ഹദൂൻ, നിങ്ങൾ അതിന് സാക്ഷിയുമാണ്. ഇന്നും നിങ്ങളുടെ വേദങ്ങളിൽ ഇതിനെപ്പറ്റിയുള്ള ഉണർത്തലുകൾ കാണാൻ സാധിക്കും. പരിശുദ്ധ ഖുർആനിലും ഹദീസിലുമാകട്ടെ ഇസ്ലാമിക ബന്ധത്തെയും കുടുംബ ബന്ധത്തെയും വളരെ ശക്തമായ നിലയിലാണ് ഉണർത്തിയിരിക്കുന്നത്. وَإِذْ أَخَذْنَا مِيثَاقَكُمْ لَا تَسْفِكُونَ دِمَاءَكُمْ وَلَا تُخْرِجُونَ أَنفُسَكُمْ مِنْ دِيَارِكُمْ ثُمَّ أَقْرَرْتُمْ وَأَنْتُمْ تَشْهَدُونَ ثُمَّ أَنْتُمْ هَؤُلَاءِ, ശേഷം നിങ്ങൾ തന്നെ. നിങ്ങൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ മറ്റുള്ളവരെന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഹൗലായി പ്രത്യേകം പറഞ്ഞു. ശേഷം നിങ്ങൾ, അതെ നിങ്ങൾ തന്നെ. തഖ്തുലൂന അൻഫുസകും, സ്വന്തം സഹോദരങ്ങളെ കൊന്ന് അവരുമായി വഴക്കുണ്ടാക്കി, അവരുമായിട്ട് അടിയുണ്ടാക്കി, സ്വന്തം ശരീരങ്ങളെ കൊന്നുകൊണ്ടിരിക്കുന്നു, സ്വന്തം ശരീരങ്ങളോട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. وَتُخْرِجُونَ فَرِيقًا مِّنكُم مِّن دِيَارِهِمْ, നിങ്ങളിൽപ്പെട്ട ഒരു കൂട്ടം ആളുകളെ അവരുടെ പ്രദേശങ്ങളിൽ നിന്നും അവർക്ക് അർഹതപ്പെട്ട സ്ഥലങ്ങളിൽ നിന്നും അവരെ പുറത്താക്കുന്നു. ഇവിടെ അവരുടെ എന്ന് പറഞ്ഞു, അതായത് അവർക്ക് അർഹതയുണ്ട് നിങ്ങളുടെ വീടുകളിലും നാടുകളിലും കഴിയാൻ, അവിടെ നിന്നും പുറത്താക്കുന്നു. തലാഹറൂന അലൈഹിം ബിൽ ഇസ്മി വൽ ഉദ്വാൻ, ആകെ ചുരുക്കത്തിൽ നിങ്ങൾ സഹോദരങ്ങൾക്കെതിരിൽ പാപങ്ങളിലും ശത്രുതകളിലും സഹകരിക്കുന്നു. സൂറത്തുൽ മാഇദയിൽ പറയുന്നുണ്ട്, അമുസ്ലിമീങ്ങളോട് പോലും പാപങ്ങളുടെയും ശത്രുതയുടെയും വിഷയത്തിൽ അമുസ്ലിമീങ്ങൾക്കെതിരായി സ്വന്തം ആളുകളോട് പോലും സഹകരിക്കാൻ പാടില്ല. അമുസ്ലിമീങ്ങളോട് പോലും
നന്മയുടെയും പാപങ്ങൾ വർജിക്കുന്ന വിഷയത്തിലും സഹകരിക്കേണ്ടതാണ്. എന്നാൽ ധർമ്മവ്യവസ്ഥിതിയിൽ നിന്നും ധർമ്മത്തിന്റെ ആളുകൾ അകലുമ്പോൾ സ്വന്തം സഹോദരങ്ങൾക്കെതിരിൽ പാപത്തിന്റെ വിഷയത്തിലും ശത്രുതയിലും സഹകരിക്കുന്നതാണ്. വാപ്പയും ഉമ്മയും കൂടുന്നു മക്കൾക്കെതിരിൽ, മക്കൾ സംഘടിക്കുന്നു മാതാപിതാക്കൾക്കെതിരിൽ, വാപ്പയും ചില സഹോദരങ്ങളും കൂടുന്നു സ്വന്തം മക്കൾക്കെതിരിൽ, വാപ്പയും മകളും കൂടുന്നു സ്വന്തം മകനെതിരിൽ. തളാഹറൂന അലൈഹിം ബിൽ ഇസ്മി വൽ ഉദ്വാൻ. കുടുംബ പ്രശ്നം പോലെ തന്നെ സംഘടനാ പ്രശ്നങ്ങൾ, മഹല്ലുകളിലെ ഗോത്ര പ്രശ്നങ്ങൾ, മദ്ഹബ് പ്രശ്നങ്ങൾ, ഇതെല്ലാം സമുദായത്തെ എവിടെ എത്തിച്ചിരിക്കുകയാണെന്ന് ചിന്തിക്കണം. എന്നല്ല സങ്കടകരമായ കാര്യം, പലരും ഇക്കാര്യങ്ങളെ ജിഹാദെന്ന് വിചാരിച്ചുകൊണ്ട്, വലിയ നന്മയെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള ദുഷിച്ച കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത്. ശേഷം അല്ലാഹു തആല അവരുടെ ഒരു വൈരുദ്ധ്യം പറയുന്നു. ആ വൈരുദ്ധ്യം നമ്മളിലുമുണ്ട്. നിങ്ങളുടെ പ്രവർത്തനം കാരണം അവർ പീഡിതരാവുകയും അങ്ങനെ അവരെ ശത്രുക്കൾ കീഴ്പ്പെടുത്തുകയും തടവിൽ പിടിക്കുകയും ചെയ്താൽ നിങ്ങൾ അവരെ മോചിപ്പിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നു. വഹുവ മുഹറമുൻ അലൈക്കും ഇഖ്റാജുഹും. എന്നാൽ അതിന് കാരണമായ അവരെ പുറത്താക്കൽ നിങ്ങളുടെ മേൽ നിഷിദ്ധമായിരുന്നു. നിങ്ങൾ പുറത്താക്കിയതുകൊണ്ടാണ് അവർ അവിടെയും ഇവിടെയും കറങ്ങി നടന്ന് ശത്രുക്കളുടെ അടിമത്തം ഏറ്റുവാങ്ങേണ്ടി വന്നത്. നിങ്ങൾ അത് പാലിക്കാതെ ഇത് ചെയ്യുന്നു. അഫതുഅ്മിനൂന ബിബഅദിൽ കിതാബി വതക്ഫുറൂന ബിബഅദ്. വേദഗ്രന്ഥത്തിന്റെ ചില കാര്യങ്ങൾ നിങ്ങൾ അംഗീകരിക്കുകയും ചിലതിനെ നിങ്ങൾ നിഷേധിക്കുകയും ചെയ്യുകയാണോ? ഇത് വലിയ പാപമാണ്. യഥാർത്ഥത്തിൽ വേദഗ്രന്ഥത്തെ മുഴുവനുമാണ് നിങ്ങൾ അംഗീകരിക്കേണ്ടത്. എന്നാൽ ചിലത് നിങ്ങൾ ചെയ്യുകയും ചിലത് നിങ്ങൾ തള്ളുകയും ചെയ്യുകയാണോ? ചില വിഷയത്തിൽ വലിയ സാഹോദര്യം, എന്നാൽ ചിലതിൽ സാഹോദര്യം അത്യാവശ്യമായ കാര്യങ്ങളിൽ യാതൊരു സാഹോദര്യവുമില്ല. ഇത് കഠിനമായ കുറ്റമാണ്. ഈ കുറ്റത്തിന്റെ പരിണിത ഫലം അടുത്ത വചനത്തിൽ പറയുന്നുണ്ട്. അത് കൂടുതൽ ഗൌരവത്തിൽ ഉൾക്കൊള്ളേണ്ടതാണ്. അതുകൊണ്ട് അടുത്ത പാഠത്തിലേക്ക് മാറ്റുന്നു. നാം എല്ലാവരും ചിന്തിക്കണം, ഇത് എത്രയോ ഗൌരവമായ കാര്യമാണ്. ഇസ്രായേൽ സന്തതികളോട് പടച്ചവൻ 3 കാര്യങ്ങൾ കൽപ്പിച്ചു. 1, പടച്ചവനോടുള്ള കടമകൾ. 2, പടപ്പുകളോടുള്ള കടമകൾ. 3, അടുത്തവരുമായിട്ടുള്ള പ്രധാനപ്പെട്ട ബാധ്യതകൾ. അതാണ് ഈ ആയത്തിൽ പറയുന്നത്. وَإِذْ أَخَذْنَا مِيثَاقَكُمْ لَا تَسْفِكُونَ دِمَاءَكُمْ وَلَا تُخْرِجُونَ أَنفُسَكُمْ مِنْ دِيَارِكُمْ ثُمَّ أَقْرَرْتُمْ وَأَنْتُمْ تَشْهَدُونَ. ثم أنتم هؤلاء تقتلون أنفسكم وتخرجون فريقا منكم من ديارهم. ഇന്നത്തെ കോടതികളിൽ പോകിൻ മുസ്ലിമും അമുസ്ലിമും തമ്മിലുള്ള പ്രശ്നമല്ല, അതിനേക്കാളും കൂടുതലും സങ്കീർണവും പരിഹാസ്യവും സ്വന്തം വാപ്പയും മക്കളും തമ്മിലുള്ള വഴക്കുകളാണ്. സഹോദരങ്ങളും തമ്മിലുള്ള വഴക്കുകളാണ്. കൂടപ്പിറപ്പുകളുമായിട്ടുള്ള വഴക്കുകളാണ്. സ്വന്തം പെങ്ങളെ കണ്ടെടുത്താൽ കണ്ടുകൂടാ, സ്വന്തം സഹോദരനെ കണ്ടെടുത്താൽ കണ്ടുകൂടാ. അത് നിസ്സാര വിഷയങ്ങളിൽ, പരിഹാസ്യമായ വിഷയങ്ങളിലാണ് ആളുകൾ വഴക്കുണ്ടാക്കുന്നത്. ഒരു പിടി ആഹാരത്തിന്റെ പേരിൽ ഭൂലോക യുദ്ധം, വെറുമൊരു നിസ്സാരമായ കാര്യത്തിന്റെ പേരിൽ ഭയങ്കരമായ വഴക്ക്. تظاهرون عليهم بالإثم والعدوان وإن يأتوكم أسارى تفادوهم وهو محرم عليكم إخراجهم أفتؤمنون ببعض الكتاب وتكفرون ببعض.